ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ബാങ്കിങ് ഇൻഷുറൻസ് കുറിച്ചാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അതായത് ഡിഗ്രി ലെവൽ ഉൾപ്പെടെയുള്ള PSC പരീക്ഷയിൽ ഇക്കണോമിക്സ്, സിവിക്സ് വിഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒട്ടേറെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഏത് വർഷമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1. സ്വാതന്ത്ര്യാനന്തരം റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949 ജനുവരി 1. ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഇൻഷുറൻസ് പരിഷ്കരണത്തിനായി രൂപീകരിച്ച സമിതി ഏതാണ്? മൽഹോത്ര കമ്മിറ്റി. മൽഹോത്ര കമ്മിറ്റി രൂപീകരിച്ച വർഷം 1993. ഏതു വർഷമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി സ്ഥാപിതമായത്? 1999. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് നൽകുന്ന പരമാവധി കവറേജ് എത്ര? 5 ലക്ഷം. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1770. ഇന്ത്യയിൽ ദേശസാൽകൃത ബാങ്കുകളിൽ ശതമാനക്കണക്കിൽ ഏറ്റവും വലിയ ഓഹരി ഉടമ ആരാണ്? കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്തത് തമിഴ്നാട് സ്വദേശി D. ഉദയകുമാർ. ഇന്ത്യൻ കറൻസികളിൽ 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിൽ 20, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ്? ദേവാസിലെ ബാങ്ക് നോട്ട് പ്രസ്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969. ഇന്ത്യയിൽ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരണം നടത്തിയത്? 14. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ എന്നത് ഏത് ബാങ്കിൻ്റെ ആപ്തവാക്യമാണ്? ഫെഡറൽ ബാങ്ക്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഏതു വർഷം? 1982 ജൂലൈ 12. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് SBI. സമയാസമയങ്ങളിൽ പേയ്മെൻറ്റ് ബാലൻസ് സംബന്ധിച്ച ഡാറ്റ പുറത്തുവിടുന്ന ഇന്ത്യയിലെ ഏജൻസി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വേഡ് ആൻഡ് മീൻസ് അഡ്വാൻസസ് സൗകര്യത്തിൻ്റെ ഗുണഭോക്താക്കൾ സംസ്ഥാന സർക്കാരുകൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. ഇനി സാമ്പത്തികം നോക്കാം. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ദാദാഭായ് നവറോജി. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവായ M. വിശ്വേശ്വരയ്യ എഴുതിയ ഗ്രന്ഥം ഏതാണ്? പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ. ചോദന നിയമം അഥവാ ലോ ഓഫ് ഡിമാൻഡ് മുന്നോട്ട് വെച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് മാർഷൽ. പണം ചെയ്യുന്നതെന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞതാര്? F.A. വാക്കർ. ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. പ്രാഥമിക മേഖലയുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷി. ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല സേവന മേഖല അഥവാ തൃതീയ മേഖല. ബാങ്കിങ്, ഗതാഗതം എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖല. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുക ദേശീയ വരുമാനം. വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി UNCDT.
ദ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതാണ് UNCDT. പൊതുമേഖലയിലെ ഓഹരി വിറ്റഴിക്കലിനെ എന്ത് വിളിക്കുന്നു? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നാണ്? ബംഗ്ലാദേശ്. ഇന്ത്യയിൽ ഏത് സൂചികയുടെ അടിസ്ഥാനത്തിലാണ് പണപ്പെരുപ്പം കണക്കാക്കുന്നത്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഒരു രാജ്യത്തിൻ്റെ മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേകം നിയന്ത്രണങ്ങൾ ഇല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം. ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ പാക്കറ്റിൽ പതിക്കുന്ന മുദ്ര റഗ് മാർക്ക്. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾസ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിൽ ഉണ്ടായ തകർച്ചയാണ്? ന്യൂയോർക്ക്. ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി. പ്രത്യക്ഷമായോ പരോക്ഷമായോ ആയ നികുതിയുടെ പുറമെ ഈടാക്കുന്ന അധിക നികുതി അറിയപ്പെടുന്നത് ഏതു പേരിൽ? സർചാർജ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാനമാർഗം ഏതാണ്? വിൽപ്പന നികുതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഭാവി സമ്പദ്വ്യവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന അഭിപ്രായം ആസൂത്രണം ചെയ്ത് പുറത്തിറക്കിയ രേഖ ബോംബെ പദ്ധതി. ഏത് വർഷമാണ് ഇന്ത്യയിൽ ബോംബെ പദ്ധതി അവതരിപ്പിച്ചത്? 1944. ബോംബെ പദ്ധതിയുടെ തലക്കെട്ട് നൽകിയത് ഏത് പേരിലായിരുന്നു? എ ബ്രീഫ് മെമ്മോറണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ. ബോംബെ പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ പ്രസിദ്ധരായ വ്യവസായികൾ JRD ടാറ്റ, ഘനശ്യാമ ദാസ് ബിർള, അർദേശ്വർ ദലാൽ, ശ്രീറാം, കസ്തൂർബായ് ലാൽ ഭായ്, അൽദേശ്വർ ദലാപ്ഷാ ഷ്രൂഫ്, പുരുഷോത്ത ദാസ്, ഠാക്കൂർ ദാസ്, ജോൺ മത്തായി. 15 വർഷത്തിനകം കാർഷിക വ്യാവസായിക മേഖലകളിൽ നിലവിലുള്ള വളർച്ചയുടെ ഇരട്ടി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതി ബോംബെ പദ്ധതി. ബോംബെ പദ്ധതിയെ അംഗീകരിക്കാത്ത ഇന്ത്യൻ നേതാവ് ജവഹർലാൽ നെഹ്റു. എല്ലാ വർഷവും സാമ്പത്തിക സർവേ പ്രസിദ്ധീകരിക്കുന്നത് ഇന്ത്യയിൽ ഏത് സ്ഥാപനമാണ്? ധനമന്ത്രാലയം. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. 1952 കേന്ദ്ര സർക്കാർ മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? 7.92%. 2002 കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തിനായി മൊത്തം ചെലവ് എത്ര ശതമാനമായി ഉയർത്തി? 13.17%. അടുത്ത് ലോകത്തെ ആദ്യ വിവരാവകാശങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ഇന്ത്യയിലെ സർക്കാർ ഭരണ നിർവഹണം സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശം നൽകുന്ന സുപ്രധാന നിയമം വിവരാവകാശ നിയമം. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്നത് സ്വീഡൻ. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ തീയതി 2005 ജൂൺ 15. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട് 1997. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ ശക്തി സംഗഠൻ, രാജസ്ഥാനാണ്. വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 11, ചെയർമാൻ ഉൾപ്പെടെയാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർപേഴ്സണെയും തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർപേഴ്സണെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു? പേഴ്സണൽ മന്ത്രാലയം. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അപേക്ഷകന് എത്ര രൂപ പെനാൽറ്റി കൊടുക്കണം? 250 മുതൽ 25,000 രൂപ വരെ. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ഇൻഫർമേഷൻ ഓഫീസർ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം? 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എത്ര ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം? 35 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ജീവനും സ്വത്തിനെയും സംബന്ധിച്ച വിവരങ്ങൾക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 48 മണിക്കൂർ. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം: ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാർ. പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ അധികാരമുള്ള സംവിധാനം ഏതാണ്? പാർലമെന്റ്. അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കാൻ പ്രമേയം അവതരിപ്പിക്കേണ്ടതും പാസാക്കേണ്ടതും ഏതു സഭയിലാണ്? രാജ്യസഭ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സ്. നിലവിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം 56 വയസ്സ്. അത് 2013 ശേഷം ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 60 ആക്കിയിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും നടത്തുന്ന എല്ലാവിധ സേവനങ്ങളും ജനങ്ങളുടെ പൗര അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിയമം സേവനാവകാശ നിയമം, റൈറ്റ് ടു സർവീസ് ആക്ടാണ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന തീയതി 2012 നവംബർ 1. പൗരന്മാർക്ക് സേവനം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പിഴശിക്ഷ 500 മുതൽ 5000 രൂപ വരെ. സേവനങ്ങൾ ലഭ്യമാക്കേണ്ട സമയപരിധി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുകയും ഈ സമയത്തിനകം സേവനം ലഭിക്കാതെ ഇരിക്കുകയോ അപേക്ഷ നിരസിക്കുകയോ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം? 30 ദിവസം. ഓംബുഡ്സ്മാൻ സംവിധാനം ലോകത്താദ്യമായി രൂപീകരിച്ച രാജ്യം സ്വീഡൻ. 1809 ഓംബുഡ്സ്മാൻ സമ്പ്രദായം സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ കോമൺവെൽത്ത് രാജ്യം ന്യൂസിലാൻഡ്. ഇന്ത്യയിൽ ഓംബുഡ്സ്മാൻ സംവിധാനത്തെ വിളിക്കുന്നത് ലോക്പാൽ അഥവാ ലോകായുക്ത. സംസ്ഥാനങ്ങളിലെ പൊതുഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി. ഏത് വർഷമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാരിയ കമ്മീഷൻ രൂപീകരിച്ചത്? 1983. സർക്കാരിയ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം? ജസ്റ്റിസ് രഞ്ജിത് സിംഗ് സർക്കാരിയ, ബി ശിവരാമൻ, ഡോക്ടർ SR സെൻ. സാർക്ക് മേഖല ഏതെങ്കിലും ഉൽപ്പന്നം ട്രേഡ് ചെയ്യുന്നതിന് എത്ര കസ്റ്റംസ് തീരുവ ഈടാക്കാനാണ് ദക്ഷിണേന്ത്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അവതരിപ്പിച്ചത്? 0% കസ്റ്റംസ് തീരുവ. ഇന്ത്യയിലെ വ്യോമയാന വ്യവസായത്തിൽ അനുവദിച്ചിരിക്കുന്ന വിദേശ നിക്ഷേപ പരിധി 100%. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയ സംഭാവനയ്ക്ക് ഇന്ത്യൻ കമ്പനിക്ക് ആദായനികുതി നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കിഴിവ് ലഭിക്കുന്നത്? 80 GGB. 2020-21 സാമ്പത്തിക വർഷത്തിൽ എത്ര രൂപ വാർഷിക വരുമാനം ഉള്ളവരെയാണ് ആദായനികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നത്? 2.5 ലക്ഷം വരെ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മുകളിൽ ചുമത്തുന്ന സെസ് വഴി ധനസഹായം ലഭിക്കുന്ന ദേശീയ പദ്ധതി ദേശീയപാത വികസന പദ്ധതി. അടുത്ത് ലോകത്തെ ആദ്യ മൊബൈൽ ഫോൺ നോക്കാം. സ്ഥാപനങ്ങൾ, വ്യക്തികൾ, അതൊക്കെയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ആരാണ്? അനുരാഗ് ഠാക്കൂർ.
ഇന്ത്യയിൽ ആദ്യമായി ഭൂഗർഭ റെയിൽവേ ആരംഭിച്ച വർഷം 1984 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം, ന്യൂഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ശേഖരമുള്ള രാജ്യം ഏതാണ്? റഷ്യ. സോളാർ മേൽക്കൂര സംവിധാനം സ്ഥാപിക്കുന്നത് നിരീക്ഷിക്കാൻ നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ സ്പിന്ന്. ഏത് ഇന്ത്യൻ വിമാനത്താവളത്തിലാണ് സിയാൽ സൗരോർജ്ജ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്? കൊച്ചി വിമാനത്താവളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വ്യവസായം IT വ്യവസായം. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിവിഷൻ വിപണി ഉള്ള രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി മോട്ടറോള. അപകടകരമായ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി പ്ലാസ്മ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. DICGയുടെ ആസ്ഥാനം മുംബൈ. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. റെയിൽവേ പാസഞ്ചർ കോച്ചുകൾ എവിടെയാണ് നിർമ്മിക്കുന്നത്? പെരമ്പൂർ. ഇന്ത്യയിൽ 13ാമത്തെ പ്രധാന തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ പോകുന്നത്? വാധവൻ, മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയുടെ പെട്രോളിയം ശുദ്ധീകരണ ശേഷി എത്ര? 749 MMTPA. ബോംബെ ഹയിൽ നിന്ന് എണ്ണ സംസ്കരിച്ച ആദ്യത്തെ എണ്ണ കമ്പനി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. ഇന്ത്യയിൽ ഏത് വർഷമാണ് അറ്റോമിക് എനർജി വകുപ്പ് ആരംഭിച്ചത്? 1954 ഓഗസ്റ്റ് 3. അറ്റോമിക് എനർജി വകുപ്പിൻ്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ റെയിൽ അപകടങ്ങളെപ്പറ്റി അന്വേഷിക്കുക, റെയിൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമാക്കി ആരംഭിച്ച സ്ഥാപനം റെയിൽവേ സുരക്ഷാ കമ്മീഷൻ. 1989 റെയിൽവേ നിയമപ്രകാരം നിലവിൽ വന്ന റെയിൽവേ സുരക്ഷാ കമ്മീഷൻ്റെ ആസ്ഥാനം ലക്നൗ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ രൂപീകൃതമായ വർഷം 1963. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രമേയത്തിലൂടെ രൂപീകൃതമായ CBI നിലവിൽ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്. അഴിമതി തടയുന്നതിനായുള്ള ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് CBI സ്ഥാപിച്ചത്? സന്താനം കമ്മിറ്റി, 1962. CBI അന്വേഷണ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഭീകരതയല്ലാതെ ഗുരുതരവും സംഘടിതവുമായ കുറ്റകൃത്യങ്ങൾ എന്നിവയാണ്. CBIയുടെ ആപ്തവാക്യം എന്താണ്? ഇൻഡസ്ട്രി, ഇംപാർഷ്യലി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഇന്റർപോളുമായി സഹകരിക്കുന്ന ഇന്ത്യയിലെ ഏജൻസി എന്നറിയപ്പെടുന്നത് CBI. CBI വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കേന്ദ്ര സർക്കാർ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1956 നവംബർ 1. കേരള PSCയുടെ പ്രഥമ ചെയർമാൻ VK വേലായുധൻ. കേരള PSCയുടെ നിലവിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 18. അത് 2005 മുതലാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശി. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ആകെ അംഗസംഖ്യ 47. അഡീഷണൽ ജഡ്ജിമാർ ഉൾപ്പെടെയാണ്. പുതിയ കേരള ഹൈക്കോടതി സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയ വ്യക്തി ചീഫ് ജസ്റ്റിസ് MN വെങ്കടചലയ്യ. 1994 മാർച്ച് 14. പൂർത്തീകരിച്ച കേരള ഹൈക്കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്ത ചീഫ് ജസ്റ്റിസ് YK സബർവാൾ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വനിത സുജാത V മനോഹർ. 1994. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിത KK ഉഷ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി HL ദത്തു. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് S മണികുമാർ. കേരള നിയമസഭയിൽ ഹാജരായ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ മാത്യു മുരിക്കൻ. 1957 കേരള വിദ്യാഭ്യാസ ബിൽ ചർച്ചയ്ക്കാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകൃതമായ വർഷം 1967.